മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാകുന്നു. തിരുവാതിര നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വിവാഹം ശരിയായ സമയത്ത് തന്നെ ജാതകം പരിശോധിച്ച് നടത്തേണ്ടതാകുന്നു. ജാതകത്തിൽ പറയുന്നതായ ആ സമയത്ത് തന്നെ വിവാഹം നടത്തുകയോ അതിനു മുൻപ് നടത്തുകയോ ചെയ്യുന്നതാണ് ശുഭകരം. അതല്ല എങ്കിൽ, അതായത് സമയം കഴിയുകയാണ് എങ്കിൽ പിന്നീട് പലവിധ പ്രയാസങ്ങൾ വന്നു ചേരാം. മുടങ്ങിപ്പോകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അനുകൂലമായ ബന്ധം ലഭിക്കണം എന്നില്ല. അതിനാൽ തന്നെ വൈകി മാത്രമേ വിവാഹം നടക്കൂ. നടക്കില്ല എന്ന് പറയുന്നില്ല, നടക്കും. എന്നാൽ തടസ്സങ്ങളാൽ അല്പം നീണ്ടുപോകുവാനുള്ള സാധ്യതകൾ വന്നു ചേരും. അതിനാൽ ആ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ജാതകപ്രകാരം പരാമർശിക്കുന്ന സമയത്ത് നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ് വാസ്തവം. കാരണം ശരിയായ സമയത്ത് വിവാഹം നടന്നില്ല എങ്കിൽ പിന്നീട് ആ വിവാഹം നടക്കുവാൻ പലവിധ പ്രയാസങ്ങൾ വന്നു ചേരാം, പലവിധ തടസ്സങ്ങൾ വന്നു ചേരും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ കാലതാമസം നേരിടേണ്ടതായി വരും. തടസ്സങ്ങൾ, പലവിധ തടസ്സങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനാൽ തന്നെ ശരിയായ രീതിയിലുള്ള ബന്ധം വന്നു ചേരണം എന്നില്ല. വന്നു ചേർന്നാൽ തന്നെ പലവിധ കാരണങ്ങൾ കൊണ്ട് മുടങ്ങി പോകുവാനുള്ള സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തടസ്സങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ സമയത്ത് തന്നെ വിവാഹം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാകുന്നു. തിരുവോണ നക്ഷത്രക്കാരായ വ്യക്തികളും ഇത്തരത്തിലൊരു പ്രശ്നം ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നവരാണ് എന്ന് പറയാം. വിവാഹം വൈകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. മാനസികപരമായ വിഷമങ്ങൾ വർദ്ധിക്കുവാൻ അതിനാൽ കാരണമാകും. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ തീർച്ചയായും ശരിയായ സമയത്ത് തന്നെ വിവാഹം നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതല്ല എങ്കിൽ തടസ്സങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ശരിയായ സമയത്ത് തന്നെ വിവാഹം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രം ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അല്ലെങ്കിൽ വിവാഹ സമയത്ത് വിവാഹം നടന്നില്ല എങ്കിൽ വൈകി വിവാഹം നടക്കുന്നതായ നക്ഷത്രക്കാരാകുന്നു. അതിനാൽ തന്നെ ഇവരുടെ വിവാഹം നടക്കുന്നതായ ആ പ്രത്യേക സമയം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അത് മുൻപേ തന്നെ നോക്കി വയ്ക്കേണ്ടത് അനിവാര്യമാകുന്നു. ആ സമയത്ത് തന്നെ വിവാഹം നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം. ജാതകപ്രകാരം പരാമർശിക്കുന്നതായ ആ സമയത്ത് നടന്നില്ല എങ്കിൽ പിന്നീട് അല്പം വൈകുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. അതിനാൽ നേരത്തെ അല്ലെങ്കിൽ വിവാഹം നടക്കേണ്ടതായ ജാതകത്തിൽ പരാമർശിച്ചിരിക്കുന്നതായ ആ സമയത്ത് തന്നെ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാകുന്നു. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പ്രശ്നം ജീവിതത്തിലുണ്ട്. ശരിയായ വയസ്സിൽ നടന്നില്ല എങ്കിൽ കുറെ വൈകി മാത്രമേ പിന്നീട് വിവാഹം നടക്കൂ എന്നതാണ് വാസ്തവം. പിന്നീട് പലവിധ കാരണങ്ങളാൽ വിവാഹം മുടങ്ങും. അതിനാൽ കൃത്യമായ സമയത്ത് തന്നെ നിങ്ങളുടെ ജാതകപ്രകാരം കൃത്യമായ സമയത്ത് തന്നെ വിവാഹം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നടക്കും, എന്നാൽ മുടങ്ങുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. അതിനാൽ തന്നെ കൃത്യതയോടെ തന്നെ ജാതകം പരിശോധിച്ച് ആ സമയത്ത് തന്നെ വിവാഹം നടത്തുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നടക്കുന്നതിലൂടെ തീർച്ചയായും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും. എന്നാൽ ഏതെങ്കിലും കാരണത്താൽ വിവാഹം അല്പം വൈകി പോവുകയോ നീണ്ടുപോവുകയോ ചെയ്യുകയാണ് എങ്കിൽ പിന്നീട് വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ വളരെയധികം പ്രയാസകരമാണ്. എന്ന് പറഞ്ഞാൽ അല്പം തടസ്സങ്ങൾ വന്നു ചേരും, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം. അതിനാൽ കൃത്യസമയത്ത് തന്നെ വിവാഹം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാകുന്നു. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിവാഹം നടക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ്. എന്നാൽ അത് കൃത്യമായ സമയത്ത് ജാതകപ്രകാരമുള്ള ആ സമയത്ത് തന്നെ നടത്തുകയോ അതിനു മുൻപ് നടത്തുകയോ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. അതല്ല എങ്കിൽ വിവാഹം നീട്ടിവയ്ക്കുവാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകൾ മുടങ്ങി പോകുവാനോ ശരിയായ ബന്ധം വന്നു ചേരാതെ നീണ്ടുപോകുവാനോ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ വൈകി മാത്രമേ പിന്നീട് വിവാഹം നടക്കുവാനുള്ള സാധ്യത ഉള്ളൂ.
അതിനാൽ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് വിവാഹ സമയം എപ്പോഴാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ആ സമയത്ത് തന്നെ നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാർക്കും ഇത്തരത്തിലൊരു പ്രശ്നം ജീവിതത്തിൽ വന്നു ചേരും അഥവാ അനുഭവിക്കേണ്ടതായി വരാം. അതിനാൽ തന്നെ കൃത്യതയോടെ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ പിന്നീട് ഭയക്കേണ്ടതായിട്ടില്ല. അതായത് നിങ്ങളുടെ ജാതക പ്രകാരം വിവാഹ സമയം എപ്പോഴാണ് എന്ന് നോക്കുക. ആ സമയത്ത് തന്നെ വിവാഹം നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ അതിന് മുൻപാണ് എങ്കിലും നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സമയത്ത് വിവാഹം നടന്നില്ല എങ്കിൽ പിന്നീട് വിവാഹം നടക്കുവാൻ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ വന്നു ചേരാം. ശരിയായ ബന്ധങ്ങൾ വന്നു ചേരണം എന്നില്ല. കൂടാതെ വിവാഹം വരെ എത്തി മുടങ്ങിപ്പോകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അത്തരത്തിൽ പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിവാഹം നീണ്ടുപോകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ശരിയായ സമയത്ത് നടന്നില്ല എങ്കിൽ പിന്നീട് വൈകി വിവാഹം നടക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് പുണർദം നക്ഷത്രം. ഈ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു പ്രശ്നം ഇവർക്കും അനുഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. പൊതുഫലത്താലാണ് ഈ കാര്യങ്ങൾ പരാമർശിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വൈകി വിവാഹം നടക്കുവാൻ സാധ്യതയുള്ളവരാണ് പൊതുവെ ആയില്യം നക്ഷത്രക്കാർ. എന്നാൽ ജാതകം പരിശോധിച്ച് വിവാഹ സമയത്ത് തന്നെ വിവാഹം നടത്തുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടത് വരില്ല എന്ന കാര്യം ഓർക്കുക. വിവാഹ സമയത്തിന് മുൻപോ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ വിവാഹം നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ എത്ര ശ്രമിച്ചാലും വിവാഹം നീളുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാകുന്നു. ചോതി നക്ഷത്രക്കാരായ വ്യക്തികളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം ഒരു വിവാഹം നടക്കുവാനുള്ള സാധ്യത ഉണ്ട് എങ്കിലും പലവിധ കാരണങ്ങളാൽ വൈകിപ്പോകും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി പരാമർശിക്കുന്നത് കൃത്യമായ സമയത്ത് വിവാഹം നടക്കാത്തത് തന്നെയാകുന്നു. ജാതകപ്രകാരം ജാതകം പരിശോധിച്ച് എപ്പോഴാണ് നിങ്ങളുടെ വിവാഹ സമയം ആ സമയത്ത് തന്നെ വിവാഹം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ എത്ര ശ്രമിച്ചാലും നടക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. ശരിയായ ബന്ധങ്ങൾ വന്നു ചേരണം എന്നില്ല. അതിനാൽ അല്പം വൈകി മാത്രമേ വിവാഹം നടക്കൂ. നടക്കില്ല എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല, നടക്കും. എന്നാൽ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരാം. എത്ര ശ്രമിച്ചാലും വിവാഹം മുടങ്ങിപ്പോകുന്നതായ അവസ്ഥ, ശരിയായ ബന്ധം, അനുകൂലമായ ബന്ധം വന്നു ചേരാത്തതായ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ ചോദ്യ നക്ഷത്രക്കാരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാകുന്നു. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശരിയായ സമയത്ത് വിവാഹം നടന്നില്ല എങ്കിൽ പിന്നീട് വിവാഹം അല്പം നീണ്ടുപോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. അതിനാൽ തന്നെ സമയത്ത് നടന്നില്ല എങ്കിൽ വിവാഹം വൈകി നടക്കുന്ന ഒരു നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം. പലവിധ തടസ്സങ്ങൾ വന്നു ചേരും. ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ നോക്കിയാലും അത് നടക്കണം എന്നില്ല. അനുയോജ്യമായ ബന്ധം വന്നു ചേരണം എന്നില്ല. അനുകൂലമായ ബന്ധം വന്നാൽ തന്നെ അത് മുടങ്ങിപ്പോകുന്നതായ അവസ്ഥയും വന്ന് ചേരാവുന്നതാകുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് വന്നു ചേരും. അതിനാൽ തന്നെ നിങ്ങൾ ജാതകം പരിശോധിച്ച് ശരിയായ സമയം എപ്പോഴാണ് എന്ന് പരിശോധിച്ച് ആ സമയത്ത് തന്നെ വിവാഹം നടത്തുക, അല്ലെങ്കിൽ അതിന് മുൻപ് നടത്തുക. ഉറപ്പിച്ച വിവാഹം പോലും നിങ്ങൾക്ക് മുടങ്ങുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാകുന്നു. തിരുവാതിര നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വിവാഹം ശരിയായ സമയത്ത് തന്നെ ജാതകം പരിശോധിച്ച് നടത്തേണ്ടതാകുന്നു. ജാതകത്തിൽ പറയുന്നതായ ആ സമയത്ത് തന്നെ വിവാഹം നടത്തുകയോ അതിനു മുൻപ് നടത്തുകയോ ചെയ്യുന്നതാണ് ശുഭകരം. അതല്ല എങ്കിൽ, അതായത് സമയം കഴിയുകയാണ് എങ്കിൽ പിന്നീട് പലവിധ പ്രയാസങ്ങൾ വന്നു ചേരാം. മുടങ്ങിപ്പോകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അനുകൂലമായ ബന്ധം ലഭിക്കണം എന്നില്ല. അതിനാൽ തന്നെ വൈകി മാത്രമേ വിവാഹം നടക്കൂ. നടക്കില്ല എന്ന് പറയുന്നില്ല, നടക്കും. എന്നാൽ തടസ്സങ്ങളാൽ അല്പം നീണ്ടുപോകുവാനുള്ള സാധ്യതകൾ വന്നു ചേരും. അതിനാൽ ആ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ജാതകപ്രകാരം പരാമർശിക്കുന്ന സമയത്ത് നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം.
മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ് വാസ്തവം. കാരണം ശരിയായ സമയത്ത് വിവാഹം നടന്നില്ല എങ്കിൽ പിന്നീട് ആ വിവാഹം നടക്കുവാൻ പലവിധ പ്രയാസങ്ങൾ വന്നു ചേരാം, പലവിധ തടസ്സങ്ങൾ വന്നു ചേരും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ കാലതാമസം നേരിടേണ്ടതായി വരും. തടസ്സങ്ങൾ, പലവിധ തടസ്സങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനാൽ തന്നെ ശരിയായ രീതിയിലുള്ള ബന്ധം വന്നു ചേരണം എന്നില്ല. വന്നു ചേർന്നാൽ തന്നെ പലവിധ കാരണങ്ങൾ കൊണ്ട് മുടങ്ങി പോകുവാനുള്ള സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തടസ്സങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ സമയത്ത് തന്നെ വിവാഹം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാകുന്നു. തിരുവോണ നക്ഷത്രക്കാരായ വ്യക്തികളും ഇത്തരത്തിലൊരു പ്രശ്നം ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നവരാണ് എന്ന് പറയാം. വിവാഹം വൈകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. മാനസികപരമായ വിഷമങ്ങൾ വർദ്ധിക്കുവാൻ അതിനാൽ കാരണമാകും. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ തീർച്ചയായും ശരിയായ സമയത്ത് തന്നെ വിവാഹം നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതല്ല എങ്കിൽ തടസ്സങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ശരിയായ സമയത്ത് തന്നെ വിവാഹം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാർ തന്നെ മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജാതകപ്രകാരം വിവാഹ സമയം എപ്പോഴാണ് എന്ന് നോക്കി വയ്ക്കുക. ആ സമയത്ത് തന്നെ വിവാഹം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് ശുഭകരം. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. അതല്ല എങ്കിൽ വിവാഹം നീണ്ടുപോകാം, വിവാഹം മുടങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. ഉറപ്പിക്കുക ആണ് എങ്കിൽ പോലും അത് മുടങ്ങുവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നീണ്ടുപോകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തന്നെ മനോവിഷമം നേരിടേണ്ടതായി വരും. എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ടതായ കാര്യമില്ല. ഇത്തരം ദോഷത്താൽ സംഭവിക്കുന്നതാണ്. വിവാഹം നടക്കുക തന്നെ ചെയ്യും. എന്നാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. അതായത് ജാതകം പരിശോധിച്ച് ആ സമയത്ത് തന്നെ വിവാഹം നടത്തുക. അതല്ല എങ്കിൽ അതിന് മുൻപ് നടത്തുകയാണ് എങ്കിലും ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും.